റോയ് ആൽബർട്ട് റോയ്, നിന്റെ അമ്മയുടെ കൊതത്തിനകത്ത് കൊണ്ടുപോയേ ഇറാനിൽ നിന്ന് വിട്ട ഒരു മിസൈൽ അവിടെ കിടപ്പുണ്ട്. നിന്റെ അമ്മയുടെ കൊതത്തിനകത്തോട്ട് പോയി കയറ്റി വെയ് നീ, ആ സമയം ഉണ്ടെങ്കിൽ. ചേറ്റയ്ക്കുണ്ടായവന് കഴിവേറി ആണും പെണ്ണും കേട്ട ചികണ്ടിക്കുണ്ടായ ഗുണ്ട. നാണമില്ലടാ എന്റെ പേജ് വന്ന് കമന്റ് ഇടാനായിട്ട്. റോയ് ആൽബർട്ട് റോയ്, നിന്റെ അമ്മയുടെ കൊതവുമായിട്ട് പോയി കുനിഞ്ഞില്ലടാ. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഹായ്, ഒന്ന് ചേലക്കടപ്പ് ഓടിയാടുന്ന്. ഇറാന് ഇസ്രായേലിൽ മിസൈൽ ഇട്ടപ്പോ ഇവൾക്ക് കുരുപൊട്ടൽ തുടങ്ങി. ആ ഗാസയില് പിന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരിക്ക് നിൽക്കുന്ന ആൾക്കാരെ വെടിവെച്ച് 100-300 ആൾക്കാരെ കൊന്നതിന് ഇവൾക്കൊന്നും പറയാനില്ല. ഏതൊരു മലയാളി ആയാലും ഒരു മനുഷ്യൻ ഭക്ഷണം കിട്ടാണ്ട ബുദ്ധിമുട്ടായി നിൽക്കുമ്പോൾ ഏതൊരു മലയാളിന്റെയും എത്ര വലിയ പിന്നെ വർഗീയതല്ലോന്റെ മനസ്സിലും വിഷമങ്ങൾ ഉണ്ടാവും. അതാണ് മലയാളികൾ. അല്ലാണ്ട് ഇറാഖ് ജയിക്കണം, ഇസ്രായേൽ ജയിക്കണം എന്ന് ഒരാളും ചിന്തിക്കണില്ല, ഒരു മലയാളികളും ചിന്തിക്കില്ല. ഞങ്ങളെ പഠിപ്പിക്കണുണ്ട് ഇറാൻ യുദ്ധത്തിൽ പരാജയപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ. അതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ട് തന്നെ ഞങ്ങൾ ഈ വലുപ്പത്തിലും ഇങ്ങനെയൊക്കെ പറയണതും. പിന്നെ അതേമാതിരി തന്നെ ഇസ്ലാം രാജ്യങ്ങളെല്ലാം മറ്റു മതക്കാർ കയ്യിലേറുന്നൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലേ പഠിക്കണാണ്, ഞങ്ങളെ പഠിപ്പിക്കണുണ്ട് അത്. പിന്നെ അന്നെ പോലത്തെ നാരികൾ വർഗീയത പറഞ്ഞു വെച്ചിട്ട് ഒന്നും വരാനില്ല. കഴിയണതും വല്ല ടിക്കറ്റ് എവിടുന്നേലും കിട്ടിയിട്ട് നാട് പിടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കടന്ന് ചാമ്പലാവുജി. ഇങ്ങനെ വർഗീയത പറയണ എന്നെ പോലത്തെ ആൾക്കാരൊക്കെ പിന്നെ എന്താ പറയല്? റോയ് ആൽബർട്ട് റോയ്, അവന്റെ അമ്മക്കും എന്റെ അമ്മക്കും ഒന്നല്ലേ? എന്റെ അമ്മന്റെ അവിടെ തിരികെ കൊടുക്കുക കൊണ്ടുപോയിട്ട്, ഇറാന്ന് വിടുന്ന മിസൈല് കൊണ്ടുപോയിട്ട്. ഓളിപ്പം അല്ലാത്തോള് ഇവിടെയൊക്കെ എന്താ പറയാ? ഞങ്ങൾക്കറിയാ ഇറാൻ ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെടും. ഞങ്ങൾ പഠിക്കണാണ് ചെറുപ്പത്തില്, ഞങ്ങളെ പഠിപ്പിക്കേണ്ട അതൊക്കെ. ഇറാൻ ജയിക്കണം, ഇസ്രായേൽ ജയിക്കണം, പിന്നെ അമേരിക്ക ജയിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കില്ല. യുദ്ധം തന്നെ വേണ്ടാന്നില്ല മുസ്ലിങ്ങളല്ല, നല്ല നല്ല മനുഷ്യന്മാര്, എല്ലാ ജാതിപ്പെട്ട മനുഷ്യന്മാരും. പിന്നെ ഇതൊക്കെ ഞങ്ങൾ പഠിക്കണോണ്ടാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാല് മുസ്ലിങ്ങളെന്ന് പറഞ്ഞു പോയത്. ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ട് ലോക രാജ്യങ്ങളൊക്കെ എന്താട്ടും ഇസ്ലാം രാജ്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരെ കയ്യിലാകും. പിന്നീടാണ് ഇമാമാദി എന്നിട്ട് ഒരു മാതി വരാണ്ട് ഞങ്ങൾക്ക്. നിങ്ങളെന്താ വെച്ചാൽ ഞങ്ങളിതൊക്കെ പഠിച്ചിട്ട് തന്നെ, അല്ലാണ്ട് ഇറാൻ വിജയിക്കും, ഇറാൻ ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെടുന്നു ഞങ്ങൾക്കറിയാം. ഇജെന്റെ പണി എന്താ ചോദിച്ചു? ചേലക്കാട് അരപ്പ് ജാതി പല ഫ്ലൈറ്റും കിട്ടിയിട്ട് നാട്ടിൽ പോകാൻ നോക്കുക, അല്ലെങ്കിൽ അവിടെ കടന്ന് കത്തി ചാമ്പലാവും പന്നി എല്ലാം. അപ്പൊ എല്ലാവരും സ്നേഹം മാത്രം.